ഹലോ ആൾ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റോസസിൻ്റെ വീഡിയോസ് കാണാം. ഇത് നമ്മുടെ അബിസാരിക റോസാണ്, സ്ട്രൈപ്സ് റോസാണ്. പല പല കളർ ഷെയ്ഡുകളിൽ പല പല കളർ മിക്സിങ്ങിൽ വിരിയുന്ന ഒരു റോസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കളർ ഷെയ്ഡുകൾ മാറി മാറി വിരിയുന്ന ഒരു റോസ ചെടി എന്നുള്ള ഒരു പ്രത്യേകത നമ്മുടെ ഈ അബിസാരിക റോസിനുണ്ട്. അതുപോലെ സ്ട്രൈപ്സ് റോസ് ഇഷ്ടമുള്ളവർക്കുള്ള ഒരു സൂപ്പർ ചോയ്സാണ്. ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോസ് വെറൈറ്റിയാണ്. നമ്മൾ ടീ റോസ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഒരു ഡച്ച് വെറൈറ്റി പോലെയാണ്, വലിയ പൂക്കളാണ്. അത് യെല്ലോ ഓറഞ്ച് മിക്സ് റോസാണ്. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് റോസ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് ഒരു ഹെവി ബ്ലൂമർ റോസാണ്. ശരിക്കുള്ള ഐഡിയ അറിയില്ല, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് റോസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഉള്ള ഒരു വെറൈറ്റി അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫ്രാഗ്രൻറ്റ് പ്ലം എന്നറിയപ്പെടുന്ന ഒരു റോസാണ്. അതും അതിൻ്റെ വലിയ സൈസിലുള്ള നല്ല സൂപ്പർ ഹെൽത്തി പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പ്രിയതമ റോസ് അല്ലെങ്കിൽ ബിവിച്ച് റോസ് നമ്മുടെ വീഡിയോസിലൂടെയൊക്കെ നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള റോസ് വെറൈറ്റിയാണ്. അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ലാവൻഡർ കളറിലുള്ള ബെഞ്ചായിട്ട് പൂക്കുന്ന ഒരു റോസാണ്. ലാവൻഡർ ബെഞ്ച് റോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ കാറ്റലോഗിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഹെവി ബ്ലൂമറായിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് ഇത്. നമ്മുടെ പല വീഡിയോസിലും ഇതിൻ്റെ പല പല പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിന് മനസ്സിലാകും. അത് നമ്മളൊരു 14 ഇഞ്ച് പോട്ട് കൊണ്ടുവന്നൊരു തവണ അതിൻ്റെ കഥയെല്ലാം പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു. ഇനി നമുക്ക് മറ്റൊരു ലാവൻഡർ ഷെയ്ഡുള്ള റോസ് കാണാം. ഇതിൻ്റെ ഒന്നും ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ കളർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി നമ്മൾ കാണുന്ന റോസാണ് ബുള്ളറ്റ് റോസ് എന്നറിയപ്പെടുന്ന റോസ്, അല്ലെങ്കിൽ ആപ്പിൾ റോസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു കപ്പ് ഷേപ്പുള്ള റോസാണെന്നാണ്. ഇതൊരു 8 ഇഞ്ച് പോട്ട് പ്ലാന്റാണ്. ആകെ ഒരെണ്ണം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇത് കപ്പ് ഷേപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു വർത്താണ്. ഫ്ലോറിബണ്ട, റെഡ് റിച്ച് എന്നെല്ലാം പറഞ്ഞ് കേൾക്കുന്ന ഒരു വെറൈറ്റിയാണിതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിറയെ പെറ്റൽസ് ഉള്ളൊരു വെറൈറ്റിയാണ്. അതുപോലെ പീസ് ആൻഡ് ലവ് റോസുകളും റെഡ് പിനാക്കിയോ റോസുകളും മാംഗോ യെല്ലോയും നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ റെഡ് റോസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഡച്ച് റെഡ് റോസുകൾ നമുക്ക് വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ക്ലൈമ്പിംഗ് റോസാണ് നമ്മുടെ ബേബി പാരഡൈസ് റോസുകൾ. അതുപോലെ നമുക്ക് നൈറ്റോൾ അല്ലെങ്കിൽ മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ക്ലൈമ്പിംഗ് റോസുകളും അവൈലബിൾ ആണ്. അതേപോലെ വേറൊരു ക്ലൈമ്പിംഗ് റോസും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ഫെയറി റോസുകളാണ്. ഡബിൾ ഷെയ്ഡ് ക്രീപ്പർ റോസും നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക് റോസിൻ്റെ വളരെ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാം പ്രത്യേകം വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. സമയം ഒരു വലിയ പ്രശ്നമാണ്. പുതിയ നഴ്സറിയുടെ വർക്കും കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ട് പോകണം. അതുപോലെ തന്നെ നമുക്ക് പ്ലാന്റ്സ് അയച്ചു കൊടുക്കാനുണ്ട്. അതും കോംബോ പാക്കിങ് എല്ലാം കൂടി നല്ല ഒരു സമയത്ത് കൂടിയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ്. ഇത് റെഡ് ഫെയറി അല്ലെങ്കിൽ റെഡ് ഓർക്കിഡ് എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ ബർത്ത്ഡേ പാർട്ടി എന്നറിയപ്പെടുന്ന ഒരു റോസ് കൂടി നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന റോസ് ടെഡ്ഡി റോസ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കുള്ള ഐഡിയയെക്കുറിച്ച് ധാരണയില്ല. ടെഡ്ഡി റോസാണ്, മിനിയേച്ചർ റോസാണ്, നിറയെ പൂക്കളുണ്ടാകും. നമ്മുടെ ക്രിക്രി റോസിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെങ്കല്ല് കളറിലും അതുപോലെ കളർ പറയാൻ പറ്റാത്തൊരു കളറിലും, ഒരു ഇഷ്ടിക കളറിൽ, അതേപോലെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ, അങ്ങനെയെല്ലാം പൂക്കൾ വിരിയുന്നുണ്ട്. ഒരു ചെടിയിൽ തന്നെ പല കളർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ മിനിയേച്ചറായിട്ടുള്ളൊരു മറ്റൊരു വെറൈറ്റിയാണ് മാർഗോ കോസ്റ്റ് റെഡും, അതുപോലെ മാർഗോ കോസ്റ്റ് പിങ്ക് വൈറ്റിൻ്റെയും വലിയ പ്ലാന്റ്സ്, മിനിയേച്ചർ അല്ലാത്ത വലിയ സ്ട്രോങ് പ്ലാന്റ്സ് നമുക്ക് ഇത്തവണ ഓരോന്ന് വീതം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. ഇനിയുള്ളത് നമ്മുടെ മിനിയേച്ചർ ഓർക്കിഡ് റോസുകളാണ്. ഓർക്കിഡ് റോസിൻ്റെ മിനിയേച്ചർ എന്നെല്ലാം പറയുന്ന, എന്നാൽ മിനിയേച്ചർ അല്ലാത്ത നല്ല നിറയെ പൂക്കളുണ്ടാകുന്ന, ബ്രാഞ്ചസ് ഉണ്ടാകുന്ന മിനിയേച്ചർ അല്ലാത്ത ഓർക്കിഡ് മിനിയേച്ചർ റോസുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഇരിക്കുന്ന സൈസല്ല, ഇത് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ഇതിലെ ഓരോ
വീഡിയോസും ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ശരിക്കുള്ള വീഡിയോസ് ഓരോന്നായി നമ്മൾ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. പ്ലാന്റ് സൈസും എല്ലാം കാണിച്ചുകൊണ്ട്. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റിയാണ് ബലൂൺ ഓൺ റൂട്ടും ഉണ്ട്, ബലൂൺ എന്താണ് ബഡ് റോസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ നമുക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. കുറച്ച് നാളുകളായിട്ട് പറയാത്തത് കൊണ്ടാണോ അതോ ഇനി പുതിയ ചാനൽ വഴി പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ അയച്ചോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി കൂടി വരികയാണ്. അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. ദയവായി നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്തവർ 2 ആഴ്ച വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് പുതിയ പ്ലാൻസ് ഓർഡർ ചെയ്യാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം അർജൻസി എന്നോട് പറയാനുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. വെറുതെ നിങ്ങൾ അയച്ചോ, എന്താണ് അയക്കാത്തത് എന്നെല്ലാം ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടാക്കരുത് പ്ലീസ്. നിങ്ങൾക്ക് പറ്റിയ അനുഭവങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി കൊണ്ടോ ഒക്കെ ഞാൻ പ്ലാൻസ് അയക്കത്തില്ലേ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ കൊണ്ടോ ഒന്നും തന്നെ നിങ്ങൾ ബേജാറാകണ്ട. നമ്മളുടെ ചാനൽ അങ്ങനെയുള്ള ചാനലേ അല്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത പ്ലാൻസ് തന്നെ ഞാൻ അയച്ചു തരുന്നതാണ്. എന്തെങ്കിലും കാരണത്താൽ ഇപ്പോൾ കോംബോ ആയാലും മറ്റു പ്ലാൻസ് ആയാലും നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ നേരിട്ട് വിളിച്ചും അതല്ലെങ്കിൽ മെസ്സേജ് അയച്ചും നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രമേ നമ്മളത് ബാക്കി പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണത്. ഞാൻ വളരെ കൃത്യമായി പ്ലാൻസ് ഓർഡർ എടുക്കുകയും പാക്ക് ചെയ്യുകയും അയച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് വേണ്ടുന്ന റോസ് വെറൈറ്റീസ് എല്ലാം തന്നെ നമ്മുടെ 9747528040 എന്ന നമ്പറിൽ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് അത് വിസിറ്റ് ചെയ്യുക. യൂട്യൂബിൽ കമൻറ്റിൽ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് എല്ലാത്തിൻ്റെയും റേറ്റ് പറഞ്ഞാൽ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് അത് പിന്നീട് കാണുന്ന വ്യൂ ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. റേറ്റ് അത്രയാണല്ലോ ഇത്രയാണല്ലോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് കാറ്റലോഗ് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. മനോഹരമായ കാഴ്ചകളുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എല്ലാവരുടെയും പ്ലാൻസും ഹെൽത്തി ആയിരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. സ്നേഹപൂർവ്വം ഹാദിയ.